BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. തന്റെ പരിധിയിലുള്ള ഒരു റോഡ് മരണക്കളമാണെന്നറിയില്ലെങ്കിൽ കളക്ടർ ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ലെന്ന് ഹൈക്കോടതി. ഒരു കളക്ടറെങ്കിലും ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ വ്യക്തിത്വം കാണിച്ച റോഡിൽ എന്ത് ചെയ്തെന്ന് PWDയോട് ചോദിച്ചാൽ കാര്യങ്ങൾ മാറിമറിയുമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടിയെടുക്കാതിരിക്കാൻ കാരണം കാണിക്കാൻ PWയോടോ ബന്ധപ്പെട്ട അധികാരികളോടോ കളക്ടർമാർ ആവശ്യപ്പെടേണ്ടതല്ലേ? കോടതി ലക്ഷ്യത്തിന് കളക്ടർമാർക്കെതിരെ നടപടിയെടുക്കേണ്ടതല്ലേ എന്നും കോടതി ആരാഞ്ഞു. എങ്കിൽ ഇക്കാര്യത്തിൽ 14 ജില്ലകളിലെയും കളക്ടർമാർക്ക് നോട്ടീസ് അയക്കേണ്ടി വരുമെന്നും കോടതി പറഞ്ഞു. തൃശൂർ കുന്നംകുളം റോഡിന്റെ അറ്റകുറ്റപ്പണി എത്രയും വേഗം പൂർത്തിയാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടതിന് ശേഷം ആ റോഡിൽ ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാരുടെ വാഹനങ്ങളുടെ ടയർ പൊട്ടി. സംസ്ഥാനത്തെ ഇത്തരത്തിലുള്ള ഒട്ടേറെ റോഡുകളുണ്ട്. ഓരോ ജീവനും അമൂല്യമാണ്. മരിക്കുന്നവരെ കുറിച്ചാണ് നമ്മൾ അറിയുന്നത്. നട്ടലിനും മറ്റും പരിക്കേറ്റ് എത്ര പേർ കിടപ്പിലാകുന്നെന്നും കോടതി ചോദിച്ചു. തൃശൂർ കുറ്റിപ്പുറം പാതയിൽ മുണ്ടൂരിൽ കഴിഞ്ഞയാഴ്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വാഹനം കുഴിയിൽ വീണ് ടയർ പൊട്ടിയിരുന്നു. എന്നാൽ തന്റെ അനുഭവം വെച്ചുകൊണ്ട് മാത്രമല്ല ഇക്കാര്യം പറയുന്നതെന്നും കോടതി പറഞ്ഞു. ആര് വിചാരിച്ചാലും നന്നാകില്ലെന്നും ജനങ്ങൾ പറയുന്ന സാഹചര്യം ജനാധിപത്യത്തിന് നന്നല്ലെന്നും കോടതി പറഞ്ഞു. ഇത് VIP-കളെ മാത്രം ലക്ഷ്യം വെച്ചുള്ള സംവിധാനമാണ്. ഇങ്ങനെയാവരുത് ഭരണ നിർവഹണം. ഓരോ പൗരനും VIP ആണ്. ഇത്രയധികം എഞ്ചിനീയർമാരുണ്ടായിട്ടും എങ്ങനെയാണ് റോഡുകൾ ഈ അവസ്ഥയിൽ എത്തുന്നതെന്നും കോടതി ചോദിച്ചു. HMT ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് മന്ത്രിമാരുടെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കുന്ന ഗതാഗത പരിഷ്കാരങ്ങൾ ഇന്ന് നിലവിൽ വരും. ഇന്നു മുതൽ കാക്കനാട് മെഡിക്കൽ കോളേജ് ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ വാഹനങ്ങളും HMT ജംഗ്ഷനിലെത്തി ഇടത്തോട്ട് തിരിഞ്ഞ് യാത്ര തുടരണം. NAD ഭാഗത്ത് നിന്ന് HMT ജംഗ്ഷനിലേക്ക് എത്തുന്ന വാഹനങ്ങളെല്ലാം ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിയണം. ആലുവ ഭാഗത്ത് നിന്ന് ഹൈവേയിലൂടെ വരുന്ന എല്ലാ വാഹനങ്ങളും RS ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് പഴയ ഹൈവേയിലൂടെ HMT ജംഗ്ഷൻ വഴി യാത്ര തുടരണം. ആലുവ കാക്കനാട് ഭാഗങ്ങളിൽ നിന്ന് HMT ജംഗ്ഷൻ വഴി TVS ജംഗ്ഷൻ ിലേക്ക് എത്തിച്ചേരുന്ന വാഹനങ്ങളിൽ എറണാകുളം ഭാഗത്തേക്ക് പോകേണ്ടവർക്ക് ഇടത്തോട്ടും ആലുവ ഭാഗത്തേക്ക് പോകേണ്ടവർക്ക് വലത്തോട്ടും തിരിഞ്ഞ് യാത്ര ചെയ്യാം. HMT ജംഗ്ഷനിൽ നിന്നും TVS ജംഗ്ഷനിലെത്തി വലത്തേക്ക് തിരിഞ്ഞ് ആലുവ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ ഹൈവേയുടെ കിഴക്കേ ട്രാക്കിലൂടെ തന്നെ മുൻപോട്ട് പോയി RS ജംഗ്ഷനിൽ നിന്ന് ഹൈവേയുടെ പടിഞ്ഞാറേ ട്രാക്കിലേക്ക് മാറി യാത്ര തുടരണം. സൗത്ത് കളമശ്ശേരി എറണാകുളം ഭാഗത്ത് നിന്ന് കാക്കനാട് NAD മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ TVS ജംഗ്ഷനിൽ നിന്ന് ഹൈവേയിലൂടെ ആലുവ ദിശയിൽ 200 മീറ്റർ മുന്നോട്ട് സഞ്ചരിച്ച റെയിൽവേ ഓവർബ്രിഡ്ജ് മുൻപായി നൽകിയിട്ടുള്ള മീഡിയൻ ഓപ്പണിംഗ് ഉപയോഗപ്പെടുത്തി ഹൈവേയുടെ കിഴക്കേ ട്രാക്കിലൂടെ സഞ്ചരിച്ച് RS ജംഗ്ഷനിലെത്തി വലത്തേക്ക് തിരിഞ്ഞ് പഴയ റെയിൽവേ ഓവർബ്രിഡ്ജിലൂടെ HMT ജംഗ്ഷനിലെത്തി യാത്ര തുടരാം. ആലുവ ഭാഗത്ത് നിന്ന് RS ജംഗ്ഷനിലെത്തി തിരികെ ആലുവ ഭാഗത്തേക്ക് യാത്ര ചെയ്യേണ്ട ചെറിയ വാഹനങ്ങൾക്ക് U-ടേൺ എടുക്കാനുള്ള സൗകര്യം RS ജംഗ്ഷനിൽ ഉണ്ടായിരിക്കുന്നതാണ്. ആലുവ ഭാഗത്ത് നിന്ന് RS ജംഗ്ഷനിലെത്തി തിരികെ ആലുവ ഭാഗത്തേക്ക് പോകേണ്ട വലിയ ഭാരവാഹനങ്ങൾ HMT ജംഗ്ഷനിലൂടെ മുന്നോട്ട് സഞ്ചരിച്ച് TVS ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് തിരികെ ആലുവ ഭാഗത്തേക്ക് പോകണം. എറണാകുളം ഭാഗത്ത് നിന്ന് വരുന്ന TVS ജംഗ്ഷനിൽ എത്തി തിരികെ എറണാകുളം ഭാഗത്തേക്ക് പോകേണ്ട ചെറിയ വാഹനങ്ങൾക്കും TVS ജംഗ്ഷനിൽ നിന്ന് U-ടേൺ എടുക്കാം. എറണാകുളം ഭാഗത്ത് നിന്ന് ആലുവ ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ്സുകൾ സൗത്ത് കളമശ്ശേരി വഴി TVS ജംഗ്ഷനിലെത്തി ഇടത്തേക്ക് തിരിഞ്ഞ് ആലുവ ദിശയിൽ ഹൈവേയിലൂടെ 200 മീറ്റർ മുന്നോട്ട് സഞ്ചരിച്ച റെയിൽവേ ഓവർബ്രിഡ്ജിന് മുൻപായി നൽകിയിരിക്കുന്ന മീഡിയൻ ഓപ്പണിംഗിലൂടെ ഹൈവേയുടെ കിഴക്കേ ട്രാക്കിലൂടെ സഞ്ചരിച്ച RS ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് HMT ജംഗ്ഷനിൽ നിന്ന് ആളുകളെ കയറ്റി ഇറക്കിയ ശേഷം മുന്നോട്ട് സഞ്ചരിച്ച് TVS ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് ഹൈവേയുടെ കിഴക്കേ ഭാഗത്ത് കൂടി സഞ്ചരിച്ച RS ജംഗ്ഷനിൽ നിന്ന് ഹൈവേയുടെ പടിഞ്ഞാറ് ട്രാക്കിലേക്ക് മാറിയും യാത്ര തുടരാം. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. മരം മുറിക്കുന്നതിനിടെ 50 അടി ഉയരത്തിൽ ശിഖരത്തിൽ കുടുങ്ങിയ അതിഥി തൊഴിലാളിയെ രക്ഷപ്പെടുത്തി. ഉപ്പുകണ്ടത്ത വ്യക്തിയുടെ പുരയിടത്തിലെ ആഞ്ഞിലി മരത്തിന്റെ ശിഖരം മുറിക്കുന്നതിനിടെയാണ് SM സ്വദേശി ഷംസു മരത്തിൽ കുടുങ്ങിയത്. ഒരു ശിഖരത്തിൽ നിന്ന് മറ്റൊരു ശിഖരം മുറിക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത്. മുറിച്ച ശിഖരം അപ്രതീക്ഷിതമായി ഷംസു ഇരുന്ന ശിഖരത്തിൽ വന്ന് അമരുകയായിരുന്നു. ശിഖരങ്ങൾക്കിടയിൽ തുങ്ങിയിരുന്ന ഷംസുവിനെ അഗ്നിരക്ഷാസേനയെത്തി ശിഖരം മുറിച്ചാണ് താഴെ ഇറക്കിയത്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ J. രാജേന്ദ്രൻ നായരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.
അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.